ഞാൻ പോകുന്ന അച്ഛാ. എടാ ബിജുട്ടി, എന്താ എന്നെ കാണണം പറഞ്ഞു? അച്ഛനും ഏട്ടനും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ അറിയാലോ, ഇനി നീയും കൂടി ഉള്ളു എനിക്ക്. ഞാൻ നിന്റെ തീരുമാനം കൂടി അറിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി ഒന്ന് തീരുമാനിക്കാൻ. കുടി നിർത്താൻ പ്ലാൻ ഉണ്ടോ? കുടി നിർത്തണം എന്നല്ല ഉണ്ടോ, പക്ഷെ കഴിയുന്നില്ല. വീട്ടിൽ നിന്ന് തന്നെ ഒരു കെയറിങ് ഉണ്ടായിരുന്നില്ല. അത് കിട്ടുന്നത് കൂട്ടുകാരുടെ ഇടയിലായിരുന്നു. അവരാണെച്ചാൽ ഫുൾ ടൈം വെള്ളവും അത് ഇതും. ഞാനും അങ്ങനെ ശീലമായിപ്പോയി അതെല്ലാം ഉപയോഗിച്ചിട്ട്. നിനക്ക് വേണ്ടിയിട്ട് ഞാനത് ശ്രമിക്കാം നാളെ മുതൽ. ഇപ്പൊ നിന്റെ തീരുമാനം എന്താ? എന്റെ തീരുമാനം എന്താ? ഞാൻ എപ്പോഴും കൂടെ ഉണ്ടോ. ഇപ്പൊ കണ്ടില്ലേ, വീട്ടുകാരും കൂടെ ഇല്ല, കൂട്ടുകാരും കൂടെ ഇല്ല. അറിയാവുന്ന ഒരു പണിയുണ്ടല്ലോ, പെയിന്റിങ്. മര്യാദക്ക് പണിയെടുത്ത് ജീവിക്കും. തള്ളിപ്പറഞ്ഞവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കും. ഞാൻ എന്തായാലും ശ്രമിക്കാതല്ല. നാളെ മുതൽ ഞാൻ ജോലിക്കെല്ലാം പോയിട്ട് അതുപോലെ ഞാൻ ചെയ്യാം. ഹലോ ഇവരെ, ഇവിടെ പെയിന്റ് അടിക്കണ്ടേ ഈ ചോമരന? ഒന്ന് അങ്ങോട്ട് മാറി കിടക്കുക. അച്ഛാ, മോനെ, അച്ഛനെന്താ ഇവിടെ? അച്ഛാ, അച്ഛൻ എങ്ങനെ ഇവിടെ എത്തിയത്? മോനെ, ഏട്ടൻ അച്ഛന്റെ കണക്കൂട്ടൽ തെറ്റിയടാ. എടാ മനോജേ, എടാ സ്കൂൾ വിടാനാടാ, മക്കള് വന്നിട്ട് പോകടാ. അച്ഛാ, മക്കൾ വരാന്ന് കാത്തേക്കണ്ട. അവര് വന്ന് അവർക്കൊരു സീനാക്കിയിട്ട് വെറുതെ അവർക്ക് വിഷമാവും. പോവാ അച്ഛാ, നിങ്ങൾക്ക് ഒന്നും തോന്നണ്ട. കാരണം നമ്മൾ അടുത്ത ആഴ്ച എന്തായാലും ഗൾഫിലേക്ക് പോകും. നമ്മൾ ഫാമിലി ആയിട്ട് മക്കളോട് താമസിക്കാനാണ് ഉദ്ദേശിച്ചിട്ടില്ല. അവിടെ സെറ്റിലാണ്. പിന്നെ നിങ്ങളിവിടെ ഒറ്റക്കായിപ്പോലെ ഞാൻ ഈ വീട് വാടക കൊടുത്തിട്ടുണ്ട്. അച്ഛനെ ഞാൻ വേറെ സ്ഥലത്ത് താമസിക്കാനുള്ള സൗകര്യം ആക്കിയിട്ടുണ്ട്. ഒരു വൃദ്ധസാധനത്തില് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ ആകുമ്പോൾ കൃത്യസമയത്ത് മരുന്നെടുത്ത് തരാനും ഫുഡ് തരാനുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ അച്ഛാ, മക്കളെ കാര്യം കൊടുത്താൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സാങ്കേതിക വിദ്യയിലും വളർന്നതല്ലേ, ഗൾഫിൽ നിന്ന് നമുക്ക് വീഡിയോ കോളൊക്കെ വിളിച്ച് കാണാലോ. വാ പോവാ. ശരി. എന്ത് എസ് ചെയ്താകവേ, അയാളെ കാലെല്ലാം കഴിഞ്ഞില്ലേ? ഇനി വരാൻ പോകുന്ന മകന്റെ കാലല്ലേ. അനിയൻ ചെക്കനെ ഞാൻ നൈസായിട്ട് ഒഴിവാക്കി. ഇപ്പൊ തന്തേനെ ഒഴിവാക്കി. ഇനി ആരെയും പേടിക്കണ്ടല്ലോ. അച്ഛൻ കരയണ്ട. അന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ല അച്ഛനും ഏട്ടനും കൂടിയിട്ട്. അന്ന് തന്നെ സ്വീകരിക്കാൻ അവളെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. വാടകയ്ക്കൊരു വീടാണ്. ചെറിയ സൗകര്യക്കുറവെല്ലാം ഉണ്ടാവും അച്ഛന്. പക്ഷെ ഞാൻ അച്ഛനെ പൊന്നുപോലെ നോക്കും.